ജോളി ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയല്ലോ. അവളൊരു കള്ളിയാ, അവളൊരു മഹാ അശ്വത്ത്. അവള് എന്തെല്ലാം കള്ളത്തരം. അവളെ കല്യാണം കഴിച്ചല്ലെന്ന് പറഞ്ഞു. ഒരു കൊച്ചുണ്ടായിട്ട് താത്തായുടെ കൊച്ചാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ IAS IPS കിട്ടാത്ത കാര്യങ്ങൾ എന്ന് കോളേജിൽ പറഞ്ഞ് എല്ലാ പദവികളും മേടിച്ച് ബോർഡൊക്കെ എഴുതി വെച്ചു. ആ കള്ളി ഇപ്പൊ രാഹുലിന്റെ പുറകെയാ. ആ കൊച്ചിനെ അവന് കറക്റ്റായിട്ടാണ് പറയുന്നത്. ആക്ഷൻ എടുത്തപ്പോഴും അവൻ പറയുന്ന എല്ലാ സത്യകാര്യങ്ങളാണ്. ഇവളുമാർക്ക് കിട്ടാഞ്ഞാൽ ഇവളുമാരിങ്ങനെ. ആ കള്ളി ഒരു 420 എല്ലാവർക്കും അറിയാം. അവളൊരു കള്ളി. അവളെ ഭർത്താവ് അഴിച്ചു വിട്ടിരിക്കുക. അവൾ ഇത്രയും കള്ളങ്ങളെല്ലാം പറഞ്ഞു വെച്ചാൽ ഈ കൊച്ചിൻ്റെയും കാര്യം കള്ളം പറയാൻ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ചു വെച്ച് അവളെല്ലാം പറഞ്ഞ കള്ളത്തരം. അവൾക്ക് തന്നെ സതീശൻ്റെ കൂടെ പോയാൽ പോരായിരുന്നോ? ആ കീറിയ നിക്കരം കൊണ്ട് പറവൂരുകാരത്തിയുടെ അടുത്ത് ചെന്നവൻ്റെ കള്ളൻ. ആ കള്ളനെ ഇതെല്ലാം ഒപ്പിച്ചത് അവനാ സാറേ. ഈ ഇറക്കി അവനാ, ഇവനെ മുരളി ഇറക്കി അവനാ. മുരളിയാണെങ്കിൽ ഇന്ദിരാഭവനിൽ കാണിച്ചതൊക്കെ അവനങ്ങ് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ആ ചെവി കേൾക്കാൻ വയ്യാത്ത കുര്യനെ ഇറക്കിയത് ഇവനാ. ഇവൻ ഈ സതീശൻ ഇറക്കുന്നവർക്കെല്ലാം അവസരം പറ്റുമോ? അതുപോലെ തന്നെ ഉണ്ണിത്താനെ ഇറക്കിയതും സതീശനാ. അവൻ്റെയും മാനമറ്റ പണ്ടുകാലത്തെ കാര്യങ്ങളെല്ലാം കോൺഗ്രസ്സുകാരെടുത്തിട്ടു. അതുപോലെ തന്നെ ഈ ഉസ്മാൻ രമേശ് ഒരു ഇന്ത്യ TVക്കകത്ത് ഒരു 65 വയസ്സുള്ള ഒരു മനുഷ്യൻ അന്ന് പറഞ്ഞു ഇവനെ രാഹുലിനെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള എന്തോ അധികാരമാണ് ഉള്ളത് ഈ ചെന്നിത്തലയ്ക്ക്. അവനെ നാഗപ്പൂരിന് ഈ കോൺഗ്രസിന്റെ ഇത് നടന്നുകൊണ്ടിരുന്ന പോകുന്നവനായിരുന്നു. അതുപോലെ തന്നെ മാവേലിക്കരക്കാരത്തി ഒരു പെണ്ണിന്റെ കൂടെ എത്രയോ കാലം നടന്നു. ഇപ്പൊ അവന് മക്കളും കൊച്ചുമക്കളും ആയെന്ന് കണ്ടപ്പോൾ രാഹുലിനെ കുറ്റം പറയുന്നു. കേരളത്തിലല്ല, വേൾഡിലുള്ള സകല മലയാളികൾക്കും ഈ രാഹുൽ ആരും അറിയത്തില്ല, കേൾക്കത്തില്ല, ഒന്നുമില്ല. ഒള്ളി അടൂരിലാന്ന് മാത്രം സാറിന്റെ ഇതിനകത്തൂടെയും പിന്നെ മറ്റുള്ളവരുടെ ഇതിനകത്തൂടെയും നമ്മൾ അറിയുന്നത്. പക്ഷെ അവന്റെ പക്ഷത്ത് എല്ലാവരും നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്തോ ആ തള്ളയുടെ കണ്ണുനീര്. ഇതിനകത്ത് സത്യം ഒരുപാടുണ്ട്. അല്പം ഉണ്ട്. എന്നാ കാള പറ്റെന്ന് പറഞ്ഞുകൊണ്ട് കയറെടുക്കുന്ന പോലെ ഏതാണ്ട് അവൻ ചെറുപ്പക്കാരന്, അവൻ കല്യാണം കഴിക്കാത്തവൻ എന്തെങ്കിലും അല്പം കിട്ടിയപ്പോഴത്തേക്ക് അവനെ അങ്ങ് കുരിശി തറച്ചു. അങ്ങനെ ആയിട്ട് ഈ സതീശനാണ് ഇറക്കി വിട്ടത്. ആ കുര്യൻ ചെവി കേൾക്കാത്തവനെ ഇറക്കി വിട്ടത്. കിങ്ങിണിക്കുട്ടനെ ഇറക്കി വിട്ടത്. അവനടുത്ത കോൺഗ്രസിലെ ഒരു മണ്ടനാ. ഈ കോൺഗ്രസിലെ ഒരു മണ്ടനാ മുരളി. കമ്മ്യൂണിസ്റ്റിലെ ഒരു മണ്ടനാ സരിൻ. ആൻഡ് BJPയിലെ ഒരു മണ്ടനാ ആന്റണി. അനിൽ ആന്റണി. ഈ 3 എണ്ണ ഈ മണ്ടന്മാർ. അതിന്റെ നമുക്ക് കോൺഗ്രസിനെ മാത്രം നോക്കിയാൽ മതി. ആ കോൺഗ്രസിലെ ഒരത്തിനായി ഈ മുരളി. അവന്റെ ഇന്ദിരാഭവനിലെ അവന്റെ തോന്നിവാസങ്ങളൊക്കെ ഇപ്പോഴും ലോകം അറിയാൻ തുടങ്ങിയില്ലേ? ഇവന്മാർ ഈ എല്ലാ ആഭാസന്മാരുമായി ഈ കൊച്ചിന്റെ പുറകെ നടക്കുന്നത്. ആ തള്ളയുടെ കണ്ണുനീരായി അറിയാനും കേൾക്കാനും വയ്യാത്തവർക്ക് പ്രതികരിക്കാൻ വരുവാ. ഇവളുമാരുടെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കള്ളി അവളെ കോൺഗ്രസിൽ നിന്ന് അവളെ എടുത്ത് കളയേണ്ടതാ. കോൺഗ്രസ് അതെങ്ങനെ സതീശൻ ഇവരുടെ എല്ലാം ഇവളോടൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഇവൻ ആ കൊച്ചിനെ എടുക്ക. അവന്റെ കേസെല്ലാം ഒന്ന് കഴിഞ്ഞ ഒരു സെറ്റിൽ ആകാനുള്ള ഒരു ഉദ്ദേശം ആകുമ്പോഴത്തേക്ക് ഇവൻ ഓരോരുത്തരെ എടുത്തിടും. ഈ സതീശൻ നാറി. സതീശന്റെ ആ പറവൂരിലെ അവിടെ കൂടെ നടന്ന കീറിയ നിക്കറുമായിട്ട് എന്നൊക്കെ ഇവനങ്ങ് മറന്നുപോയോ? ഇവനെ ഒന്നുകൂടെ എല്ലാവരും പുതുക്കി ഇത് ചെയ്യണം. എന്തെങ്കിലും ഇവന് നാണക്കേട് വരത്തുള്ളൂ. ഇവൻ 10 വർഷം ഒന്നും ചെയ്തില്ല. 2016 ഉമ്മൻചാണ്ടിയെ പ്രതിപക്ഷമായിട്ടാണ് ഇടപെട്ടത്. അത് കഴിഞ്ഞിട്ടിപ്പം 4.5 വർഷമായി പിണറായി കയറി ലോക കട്ട് MP ആയി കഴിഞ്ഞ് കേരളം. അന്നേരം അവൻ ഇപ്പം എല്ലാവരും പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടോ ഓപ്പോസിഷൻ ആരും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പം അവനെ കഴുത്തും നീണ്ടിക്കൊണ്ട് പ്രതികരിക്കാൻ തുടങ്ങി. അതുവരെ അവൻ 4.5 വർഷം അനങ്ങിയില്ല. സകല കട്ടക്കാളും കേരളം നശിച്ചു കഴിയുന്നിടം വരെ അവൻ്റെ വിളിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം അവന് എല്ലാവരും പറഞ്ഞ് കുറ്റം ചെയ്തപ്പോഴത്തേക്ക് ഏതാണ്ട് പറയേണ്ടതായിട്ട് ഇവൻ വിളിക്കാൻ തുടങ്ങി. അവൻ തന്നെ ശിവൻകുട്ടി ഏതാണ്ട് പറഞ്ഞു അവൻ നിയമസഭയിൽ ഇത് കാണിച്ചെന്ന്. അവൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. രാഹുൽ അയാളുടെ കൂടെ ചെന്ന് മീറ്റിങ്ങിന് ഇരുന്നപ്പോൾ രാഹുലിനോട് ശിവൻകുട്ടി എന്തോ മറ്റുള്ളവർ ചോദിച്ചപ്പം പറഞ്ഞ് അവനൊരു ജനപ്രതിനിധിയല്ലേ, അവൻ്റെ കേസ് കോർട്ട് ഇവിടെ കിടക്കുന്നതല്ല ഉള്ളൂ, അതിന് ഇത് വന്നില്ലല്ലോ, അതുപോലെ അവൻ അറ്റൻഡ് ചെയ്യുന്നതിന് എന്നാ കുഴപ്പമെന്ന് പറഞ്ഞു. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ അവനെ തിരിച്ചിട്ട് പിന്നെ എന്തോലും പറഞ്ഞു. പക്ഷെ അയാൾക്ക് അത്രയും നീതി ഉണ്ടായിരുന്നു. ഇവൻ എന്തോ പറഞ്ഞ് ആശാവർക്കേഷൻ്റെ അവിടെ രാഹുൽ എന്ന് പറഞ്ഞു അവൻ ഇറങ്ങിപ്പോകാതെ ഞാൻ അവിടോട്ട് വരത്തില്ല. ഈ തെണ്ടി അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലും പറയുന്ന അത്രയും പോലും മാനമായിട്ട് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഐഷ പോറ്റിയോടും
ആദ്യത്തെ ഫസ്റ്റ് ഡേയ്സിൽ തന്നെ കോലും പിടിച്ചോണ്ട് അവരുടെ വായിക്കാത്തോട്ട് ചെന്നപ്പോൾ അവരോട് ചോദിച്ചു രാഹുലിൻ്റെ കാര്യം, അത് നിയമത്തിന് വിട്ടില്ലേ, ഞാൻ പിന്നെ അതിനെന്തോ അഭിപ്രായം പറയാനാ. അത്രയും പോലും അക്കലില്ലാത്തവന്മാരാ ഇവന്മാർ. എന്നാൽ അവൻ അത് കേസിലായില്ലേ. ഇന്നലെ അവൻ പറയുന്ന കേട്ടു സതീശൻ, ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി, എടാ കള്ള, നീ തന്നെ പയ്യനെ വെളിയിലാക്കി വിട്ടത്, നീ അല്ലാതെ ആരുമല്ല. പിന്നെ നീ എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് ഒപ്പിച്ചതാ. നീയും രണ്ടാമത് ഈ കാലുവാരി ചെന്നിത്തല, അവന് മഹാ അസത്ത, ഇവനെത്തോ ഇവിടെല്ലാം പോയിട്ടുണ്ടോ, ലോകം കേട്ടില്ലേ ആ ഇന്ത്യ ടി വിക്കാരോട് സംസാരിക്കുന്നത് ഒരുത്തൻ, ഇവനൊക്കെ എന്തോ മാനമുള്ളെന്ന്. അതിനകത്ത് ഒന്നിനും പോകാത്ത ഒരു മനുഷ്യരും മിണ്ടിയിട്ടില്ല. ഈ ആവാസന്മാരെല്ലാം കൂടെ കൂടി ആ ചെറുക്കരെ എന്തെങ്കിലും ഒരു മൂന്നാമത്തേതുമായി ഒരു സെറ്റിൽമെന്റ് ആയി ഇതെല്ലാം സതീശൻ ഉണ്ടാക്കിയ അവൻ ഡ്രാഫ്റ്റ് ചെയ്ത രണ്ടാമത്തെ കൊണ്ട് കൊടുത്തത്. അന്നേ സതീഷ് സാറ് പറഞ്ഞു ഇത് കള്ളത്തരത്തിൻ്റെ ഉള്ളത്, ആരാണ്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന അല്ലാതെ ഒന്നും അല്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ മൂന്നാമത്തേതും അവന് അന്ന് ദുബായിൽ പോയിട്ട് അവിടുന്ന് ഇമെയിൽ അയച്ച ഇവൻ ഭയങ്കര കണക്ഷനാ പിണറായിയോട്. പിണറായിക്ക് സന്തോഷം വരുന്ന കാര്യം ഇവൻ ചെയ്യത്തുള്ളൂ. ഇവൻ ഈ കാണിക്കുന്നതൊക്കെ തൊണ്ട നീട്ടി ഇങ്ങനെ പറയുന്നതൊക്കെ വെറുതെയാ. പിണറായിയായിട്ട് ഭയങ്കര കണക്ഷനാണ്. ഇവനെ അഥവാ ചീഫ് മിനിസ്റ്റർ കോൺഗ്രസ്സുകാരാക്കിയാലുണ്ടല്ലോ 6 മാസത്തിനകം അവൻ മന്ത്രിസഭ താഴെ ഇറക്കിയിട്ട് റീ ഇലക്ഷൻ ചെയ്യേണ്ടി വരും. ഇലക്ട് ചെയ്തിട്ട് അവൻ കമ്മ്യൂണിസ്റ്റ് വരും. അങ്ങനെ ചെയ്യത്തുള്ളൂ. ഇവന്മാരങ്ങനെ ചെയ്യാൻ തന്നെ ഇവനെ ഒരു മനുഷ്യരും ചീഫ് മിനിസ്റ്റർ ആക്കരുത്. കോൺഗ്രസ്സുകാർ കേൾക്കുവാൻ ഒരു മനുഷ്യൻ ഇവൻ വോട്ട് ചെയ്യരുത്. രമേശ് ചെന്നിത്തലയ്ക്കും ചെയ്യരുത്. അവനെയൊക്കെ തോപ്പിക്കണം. ആരെയൊക്കെ സ്വതന്ത്രരായിട്ട് നിർത്തിയിട്ട് ഇവന്മാരെ എല്ലാം തോപ്പിക്കണം. ഇവന്മാരൊന്നും ഒരിക്കലും ജയിക്കാനിടയാകരുത്. കാരണം ഇവന്മാർ ജയിച്ചാൽ നമുക്ക് എന്തുവാ, ഒരു കൊച്ചൻ അവൻ്റെ അതിനകത്തുണ്ടായിട്ട് അതിനെ പരിപാലിക്കാൻ വയ്യ. ഞങ്ങൾ അന്ന് 11-ാം തീയതി അവനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പിറ്റേ ദിവസം ഞായറാഴ്ചയായിട്ട് ഞങ്ങൾക്ക് വളരെ വേദനയോട് ആലയത്തിൽ പോയതും പ്രാർത്ഥിച്ചതും ആ ചെറുക്കന് വേണ്ടി. എങ്ങനെയാലും ഞങ്ങൾക്കും അവൻ്റെ പ്രായത്തിലുള്ള ആമക്കളും പെമ്മക്കളും ഉള്ളപ്പോൾ ഞങ്ങൾക്ക് വലിയ വേദനയായത്. അതാ ലോകം ഇളകിയത്. അവൻ്റെ പ്രായക്കാരുള്ളവരുടെ മാതാപിതാക്കളാണ് വേദനിക്കുന്നത്, വേറെ ആരുമല്ല. ഇവർക്ക് ഇവനുമായിട്ട് ആരുടെ സൈഡൊന്നും പറയണ്ടേ, ഞങ്ങൾക്ക് സൈഡ് പറയേണ്ട കാര്യമില്ല. ഇവന്മാർക്ക് പിന്നെ സതീശന് കുടുംബമില്ല. അതുകൊണ്ട് അവരുടെ ഇല നക്കിയും കാല് നക്കിയായിട്ട് നടക്കുന്നത് പിണറായിയായിട്ട് അവന് വലിയ എഗ്രിമെന്റാ. 4.5 വർഷം അവൻ മിണ്ടിയില്ല. അല്ലെങ്കിൽ ഇത്ര ഒരിക്കലും കറപ്ഷൻ നടക്കത്തില്ലായിരുന്നു കേരളത്തിൽ. ഇവൻ മിണ്ടാതിരുന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഒരു നല്ല ഓപ്പോസിഷൻ ഉണ്ടെങ്കിലേ ഭരണപക്ഷക്കാർ മര്യാദയ്ക്കിരിക്കത്തുള്ളൂ. ഇവൻ ലോകമല്ല, ഈ രാഹുലിന്റെ കാര്യം വന്നേ പിന്നെ ജനങ്ങളെല്ലാം പറഞ്ഞു ഓപ്പോസിഷൻ ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോൾ അവൻ കഴുത്ത് കിട്ടി ഇപ്പം വന്ന് നാണം കെട്ട മുഖമായിട്ട് വന്ന് പറയുന്നു. പോയാ പോരായോ? അവളെ ഒരുക്കി അത് കഴിഞ്ഞിട്ട് ഈ ചെയ്ത 3 കാര്യങ്ങളും അവൻ തന്നെയാണ്. ഞങ്ങളൊക്കെ പറയുന്ന വളരെ സത്യസന്ധമായിട്ടാണ്. ഞങ്ങൾ നീതി ന്യായത്തോടും കൂടിയാണ് പറയുന്നത്. കേട്ടേച്ച് ഓരോ ദിവസവും ഞങ്ങൾക്ക് സാറിൻ്റെ ഫോൺ ഞാൻ ഒരാഴ്ച കൊണ്ട് കിട്ടുന്നില്ല. പക്ഷേ മനുഷ്യർക്ക് പ്രതികരിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഇവൻ്റെ ഈ പ്രവർത്തികൾ കണ്ടോണ്ട് ഇവൻ ഇപ്പം നിന്നിട്ട് നിയമസഭ ശിവൻകുട്ടി ഇവനെക്കാട്ടിൽ എന്തോ മാനമുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാന്നേലും. ഇവന്മാർ നമ്മളെ ഈ കോൺഗ്രസിനെ നശിപ്പിക്കാനൊരു 4-4 ഉണ്ടായേക്കുവാ. ആ മുരളീകാരൻ ട്രിവാൻഡ്രം പോയത് അല്ലെ, ഒരിക്കലും പോകത്തില്ലായിരുന്നു. അവൻ അങ്ങോട്ട് 1 മാസമായിട്ട് അവന് പോയി ആൾക്കാരെ കണ്ടിട്ട് ചെയ്യാനുള്ളതിന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളതിന് വേണ്ടി രാഹുലിൻ്റെ കുറ്റം. അവനെ ഞങ്ങൾ മാറ്റി. ഞങ്ങളുടെ സഭയിലില്ല, ഞങ്ങളുടെ ഇതിനകത്തില്ല, ഞങ്ങളുടെ മറ്റേതിനകത്തില്ല. അതെൻ്റെ നിനക്കും പെങ്ങൾക്കും ഈ കേരളത്തിലെ ഒരു മനുഷ്യർ വോട്ട് ചെയ്തിങ്ങി ഈ മുരളിക്കും കൊടുക്കത്തില്ല. അവളെ BJP ഒരു കോണിലിരുത്തിയല്ലോ. ഞങ്ങൾക്കൊക്കെ അരിശം കൊണ്ട് ഞങ്ങളിങ്ങനൊന്നും സംസാരിക്കുന്നവരല്ല. പക്ഷെ അരിശ ഹൃദയത്തിൽ അങ്ങ് വിങ്ങിപ്പൊട്ടുന്നതുകൊണ്ടാണ് പറയുന്നത് ഈ കാണിക്കുന്ന എല്ലാം. അതുകൊണ്ട് രാഹുലിന് ഒരു 50,000 പേരുടെ കൂടെ സപ്പോർട്ട് കിട്ടി. പിണറായിക്ക് ഒരു 50,000 പേരുടെ വോട്ട് കുറഞ്ഞു. പിണറായി സതീശനും കൂടെ കൂടിക്കൊണ്ടായി ചെയ്യുന്ന മൊത്ത കാര്യങ്ങൾ. അവന് രാത്രി മൊത്തം അവനുമായിട്ടുള്ള കണക്ഷനും പകൽ കോൺഗ്രസ്സുകാരനാണ് ആക്ട് ചെയ്യുക. അവൻ ശിവൻകുട്ടിയെ കുറ്റം പറയുന്നു. അവന് കമ്മ്യൂണിസ്റ്റുകാരനാ ടീക്കെ. ഇവനെക്കാട്ടിലും എന്തോ മാനമായിക്കൊണ്ട് അയാളാണെ പറഞ്ഞു അതിനെന്നെ അവർ ജനപ്രതിനിധിയല്ലേ, അവനിരിക്കട്ടെ, അവനെ വല്ലതും പറയാൻ പറ്റുമെന്ന് കോലും കൊണ്ട് ചെന്നവരോട്. അതേസമയം ഇവനെന്തോ പറഞ്ഞു, അവൻ മാറിപ്പോകാതെ ഞാൻ അങ്ങോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞെടാ. നിന്നെ പോലൊരു സതീശനെ പോലൊരു വ്യഭിചാരി ലോകം പണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞടിച്ചു. ഇപ്പോഴും നീ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല നീ നിന്റെ പെണ്ണിനെ ഇറക്കി ഈ കാര്യങ്ങൾ ഉണ്ടാക്കിയത്. ഈ 3 കാര്യം നീ തന്നെ, നീയും പിണറായി കൂടെ
ശരീനെ പിടിച്ച് 3-4 ഒരുമിച്ച് പിടിച്ചോണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കോൺഗ്രസ് വെച്ചേക്കരുത്. പക്ഷേ കോൺഗ്രസിനകത്ത് ഇത് മാനമായിട്ട് മര്യാദയായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നവരില്ലല്ലോ. സതീശന്റെ ചുറ്റും കിടന്നുകൊണ്ട് കറങ്ങുമല്ലേ എല്ലാവരും. അതാണോ ഒരു നേതൃത്വം നല്ലത് വേണം. അതേസമയം എത്ര ഇടത്തിൻ്റെ ഇത്രയും 10 എത്ര ലക്ഷം ആൾക്കാർ കമ്മ്യൂണിസ്റ്റിലുണ്ട്. ഒരു മനുഷ്യർ അവരുടെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഒരു വേടൊരു മനുഷ്യർ പറയുന്നുണ്ടോ? ഇല്ല. അവൻ ഒറ്റ വേട ഒരു മനുഷ്യർ അവരുടെ ആരുടെയും മുമ്പിലോട്ട് കോലും കൊണ്ട് ആരും ചെല്ലുന്നുമില്ല. കാരണം ഇവന്മാർ സംസാരിക്കുന്നതുകൊണ്ട് ആ കോലും കൊണ്ട് ഇവിടെ പറ്റത്തില്ല. പിന്നെ ഇത്രയും കള്ളത്തരങ്ങൾ നമ്മൾ കോൺഗ്രസ്സുകാരുടെ 2 കള്ളത്തരം ഉണ്ടായിരുന്നേ. അവൻ മന്ത്രിസഭ ഇപ്പം താഴെ ഇറക്കാൻ നടക്കാൻ ചീഫ് മിനിസ്റ്ററിനെ താഴെ ഇറക്കിയാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവനെ എന്നിട്ട് ഒരു ദിവസം പറഞ്ഞിട്ട് ഇവൻ ഒരു സ്ട്രൈക്ക് ചെയ്യിപ്പിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, സമരം ചെയ്യിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല. അവൻ്റെ വായെടുത്ത് പറയുന്നില്ലല്ലോ പിണറായി രാജിവെക്കണമെന്ന്. അതേസമയം പാവം പിടിച്ച് ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ എന്തോ തക്ലീഫാണ് ചെയ്തുകൊണ്ടിരുന്നത്. അയാളെ ഈ 2016 ഈ സതീശൻ നാറി പ്രതിപക്ഷമായിട്ട് ആക്ട് ചെയ്തിട്ട് എല്ലാം കറപ്ഷനാണ് നടക്കുന്നത്, മറ്റേ അമർച്ചയെന്ന് പറഞ്ഞ് അവനെ ന്യൂസുകാർക്ക് കൊടുക്കുമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റവനാണെങ്കിൽ ചതിയന് ഒള്ളി പ്രതിപക്ഷം മതി, കോൺഗ്രസ് ജയിക്കണ്ട. അവനും ഒരു വായ്വന്മാർ വല്ല നിയമസഭയെ പറയുന്നുണ്ടോ? ഒരു വേട് പറയുന്നില്ല. പറയുന്ന ഷാഫിയും രാഹുലിനെ അങ്ങനെ 3-4 പേരെ എല്ലാം അങ്ങ് മാറ്റി നിർത്തി. ഷാഫിയും കുറച്ച് പുറമോട്ട് മാറി. അത് നല്ലതായില്ല. കേൾക്കുന്നവർക്കറിയാമല്ലോ. അവനും പറയാമായിരുന്നല്ലോ കേസ് നിയമസഭ ഇതിനകത്ത് പോയിരിക്കുമല്ലേ, അവിടെ പോലീസുണ്ട്, പോലീസ് FIR ഇടും. അത് കഴിഞ്ഞ് വക്കീലുണ്ട്, നിയമങ്ങളുണ്ടല്ലോ, ജഡ്ജുണ്ട്, കോർട്ടുണ്ട്. അവരിപ്പോഴത്തെ കാലത്തെ ജഡ്ജിമാർക്കെല്ലാം ഇതറിയാം ഈ പെണ്ണുങ്ങൾ അഹങ്കാരികൾ ആണുങ്ങൾക്ക് കേസ് കൊടുക്കുമെന്ന്. ഇപ്പോഴത്തെ ജഡ്ജിമാരെല്ലാം അതനുസരിച്ചാ എല്ലാം ഇത് ചെയ്യുന്നത്. നീതി ന്യായത്തോടും കൂടെ ചെയ്യാനായി ഇപ്പം നോക്കുന്നത്. എല്ലാവർക്കും അറിയാം. ഈ പിടിച്ചുപറി കഴിഞ്ഞേച്ച് ഇങ്ങനെ പറഞ്ഞു. ഇപ്പം ആ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. അവൻ്റെ അടുത്ത് മാത്രം വന്നേച്ച് അവനെ അമ്മയുടെ ബർത്ത്ഡേ വലിയ ഇഷ്ടമാണ്, അവൾക്ക് കിട്ടാഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇവനോട് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ഈ 3 കാര്യം സതീശൻ തന്നെയാണ് ചെയ്തത്. ദൈവം അവനെ നിലനിർത്തത്തില്ല ഒരിക്കലും. അവനെ ചീഫ് മിനിസ്റ്റർ ആകാൻ നിന്നാൽ ഉടനെ കോൺഗ്രസ് പൊട്ടി താഴെ വീണിട്ട്. അതുപോലെ തന്നെ ഈ ന്യൂസുകാർ പറയുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ എന്ന്. അവൻ എന്തോ വിലയായിരിക്കുന്നത്? കോൺഗ്രസിൻ്റെ ജാഥ എന്ന് പറയണം, UDFൻ്റെ ജാഥ നടക്കാൻ പോകുന്നെന്ന് പറയണം. ഈ രമേശൻ്റെയും സതീശൻ്റെയും ഈ മുരളി മുമ്പിൽ നിന്നാൽ മനുഷ്യർ വോട്ട് ചെയ്യത്തില്ല. ഈ പ്രാവശ്യമെങ്കിലും ജയിച്ചു വരാൻ സാധിക്കണം. ഇവന്മാരെ മുമ്പിൽ നിർത്തരുത്. അത് കോൺഗ്രസിന് മനസ്സിലാകത്തില്ല എന്തോ ചെയ്യാനാ. ആ സന്നിധാനൻ്റെയും വാ വിളിക്കത്തില്ലായിരിക്കും. എത്ര നല്ല ആൾക്കാരുണ്ട്, അവർക്ക് പറഞ്ഞുകൂടാ ഇവരെ 3 പേരെ നിർത്തരുത്. കോൺഗ്രസ് ഒരു 10 ലക്ഷം ആളോളം സാറിന് ഫോൺ ചെയ്തില്ലേ? സാർ അന്ന് പറഞ്ഞില്ലേ 6 ലക്ഷം? അതെന്നാ പറഞ്ഞത്? ഇപ്പോൾ ഒരു 10 ലക്ഷം പേരോളം ആയില്ലേ പറയുന്നത്? കോൺഗ്രസ്സുകാരല്ലേ ഈ പറയുന്നതല്ല. വേറെ ആരും പറയത്തില്ലല്ലോ. പക്ഷെ മറ്റുള്ളവർ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാനിരിക്കുക. പക്ഷേ എങ്ങനെയെങ്കിലും രാഹുൽ മുമ്പോട്ട് വന്നാൽ മതി. നമ്മൾ പറയുന്ന അവിടെ നിൽക്കണം ഇവിടെ നിൽക്കണം, അവൻ്റെ മനസ്സ് ഒന്ന് വരണ്ടേ. അവൻ നിന്നെങ്കിൽ മാത്രമല്ല നമുക്കും അതിന് ജയം എടുക്കാൻ പറ്റുമോ? അവൻ നിൽക്കാൻ നോക്കണം, എന്നാലേ പറ്റൂ. ഇവനെയൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ, ഈ ന്യൂസുകാർക്ക് എന്തോ അക്കലില്ലേ? പ്രതിപക്ഷ നേതാവ് അവനെ ആരാ ബഹുമാനിക്കുന്ന ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ? അവൻ്റെ ചിരി കണ്ടുകൊണ്ട് അവൻ്റെ കഴുത്ത് നീട്ടി വർത്താനത്തിന് ആരാ? UDFൻ്റെ കോൺഗ്രസിൻ്റെ ജാഥ എന്ന് പറയണം. എന്നും അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കി ദേഷ്യമാണ് കോൺഗ്രസ്സുകാർക്ക്. ചുമ്മാതെ മനുഷ്യരായാലും ഒരു മര്യാദ വേണ്ടേ? പറയുന്ന വാക്കിനൊരു ഇത് വേണ്ടേ? ഇവളുമാരുടെ ഒന്നും കാര്യം സാധിക്കാൻ ഇപ്പം അവളൊരു ചാർച്ചൗടീസ്, അവളെ കണ്ടാൽ അറിയാമല്ലോ പെണ്ണുങ്ങൾക്കുള്ള ഒരു ഇതില്ല. അതേസമയം ശ്രീനാദേവി കുഞ്ഞമ്മ അവൾ മര്യാദയുള്ളവളെ, മാനവും മര്യാദയും ഉള്ളവൾ. അവൾ സംസാരിച്ച മനുഷ്യർക്ക് ഇഷ്ടമാണ്. അല്ല ഇവരാരും നമ്മുടെ ആരുമല്ല. പക്ഷെ അത് അവരുടെ ഇടപെടലിൽ നിന്നറിയാം. മറ്റവൾ കല്ലി എത്ര കള്ളത്തരങ്ങളാണ് അവൾ പറഞ്ഞുകൊണ്ട് നടന്നത്. അതെല്ലാം ഇപ്പം കെട്ടിപ്പൊക്കിയില്ലേ? അങ്ങനെ ഇതായിട്ടുള്ള കോൺഗ്രസ് എങ്ങനെയും വരാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ശല്യമായിട്ടിരുന്നാൽ എങ്ങനെ പറ്റും? ഒരു മര്യാദയില്ലാത്ത കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. സാറേ ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാം ഇതിനകത്ത് ഇടണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സുകാർക്ക് അല്പം ഈ കോൺഗ്രസ്സുകാർക്ക് പറയാൻ വയ്യാഞ്ഞോ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ എത്രയോ എണ്ണത്തിൻ്റെ കള്ളത്തരവും കവിശലും കണ്ട് ഇപ്പോൾ അവർ എങ്ങനെയായാലും അവന്മാരെല്ലാം വെളിയിൽ ഇറങ്ങി വരുന്നു. ഇപ്പോൾ 1, 2, 3 ഇറങ്ങിക്കഴിയും. അതുകൊണ്ട് ഇന്നും കിട്ടാൻ പോകുന്ന എല്ലാത്തിനും. അങ്ങനെ ഇത് ഇല്ലാതാക്കാനായിട്ട് തന്നെ നോക്കൂ. ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും ഈ ന്യൂസുകാർ കോലും കൊണ്ട് അവരുടെ അടുത്തോട്ട് പോകുന്നില്ല. എന്തോ ആയതാന്ന് എല്ലാം കോൺഗ്രസിൻ്റെ അടുത്തോട്ട് വരുന്നത് എന്താണെന്നോ അവരെ നിർത്തി വർത്താനം പറഞ്ഞിട്ടാ.
ഇവന്മാർക്ക് പറയാൻ വയ്യാതോ, ഇപ്പോഴല്ല ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് അർത്ഥമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ 500 വട്ടം സതീശൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ചോണ്ടാണ് നിൽക്കുന്നത്. എടാ നീ എന്തുവാടാ, നീ എല്ലാവരും കൂടെ എവിടെ ആലോചിച്ചടാ? പിണറായിയെ സന്തോഷിപ്പിക്കാനായിട്ട് ചെയ്തത് നീ എവിടെയാടാ ആലോചിച്ചത്? പിന്നെ നീ പറഞ്ഞു അവരും ഏതായാലും നിന്നെ നാണക്കെടുത്തിട്ടാന്നും കണ്ട് അവരങ്ങ് സമ്മതിച്ചേക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് ആ പങ്ക് കാലുവാരി ചെന്നിത്തലയ്ക്കുണ്ട്. ചെന്നിത്തലയല്ലേ പറഞ്ഞു ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നു, ഞാൻ അവനെ അറസ്റ്റ് ചെയ്തേനായിരുന്നു. എടാ നിന്റെ മക്കളെ ആരെങ്കിലും ഇങ്ങനെ തുടങ്ങിയാൽ നീ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ട് പറയുമോ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന്? നിന്റെ മക്കളൊക്കെ എവിടെയൊക്കെ പോകുന്ന അറിയാവോടാ? നീ പോയെടുത്ത് അവർക്കും അറിയരുത്. ഇപ്പം അവർ ഈ ന്യൂസ് കേൾക്കുമല്ലേ? ഈ റെഡ് സീറ്റിൽ പോയതും മാവേലിക്കരക്കാരത്തി ഒരു പെണ്ണിനെ കൊണ്ട് നടന്നതും മാവേലിക്കരക്കാരൻ ഒരു വക്കീലിനെ ചതിച്ചതും അവന് ടിക്കറ്റ് കൊടുക്കാനുള്ളത് അത് മേടിച്ച് പറിച്ച് ഈ അവൻ്റെ ഗേൾ ഫ്രണ്ടിന് കൊടുത്തതും എല്ലാം ലോകം ന്യൂസിനകത്ത് പറയുന്ന കേൾക്കുന്ന ഓരോ ന്യൂസ് തുറന്ന് കേൾക്കുമ്പം i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.